അറബ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ കണക്ഷൻ റദ്ദാക്കപ്പെടുമ്പോൾ അമേരിക്ക ആകെ വെപ്രാളത്തിലാണ്. എങ്ങനെയെങ്കിലും ഇസ്രായേലിനെ കൊണ്ട് നാടകീയമായി ഖത്തറിനെ വിളിപ്പിച്ച് മാപ്പ് പറയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം അതിൻ്റെ ഭാഗമായി ഉൾത്തിരിഞ്ഞു വന്നതാണ്. ഏതായാലും ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും ഈ നാടകം അതൊന്നും തന്നെ ഖത്തറിനോട് വില പോകില്ല എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ ഖത്തർ പറഞ്ഞിരിക്കുന്നു. ഖത്തർ ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു: ഇറാൻ എടുക്കുന്ന ഓരോ തീരുമാനവും അത് ശരിയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടിരിക്കുന്നത്. ഖത്തർ മാത്രമല്ല, മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഇറാനോടൊപ്പം ശക്തമായി അണിചേർന്ന് നിൽക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യത്തിലെ അവർക്ക് ഗൾഫ് രാജ്യങ്ങളുടെ വിശ്വാസ്യത പിടിച്ചു പറ്റേണ്ടതായി ഉള്ളൂ. ഫലസ്തീനോട് കാണിക്കുന്ന നെറുകേട് അത് കൃത്യമായും വംശഹത്യ നടത്താനുള്ള ഇസ്രയേലിന്റെ ഗൂഢതന്ത്രങ്ങൾക്ക് വളം വെച്ചു കൊടുക്കുന്ന ട്രംപിനെ ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല. അമേരിക്കയിലെ റിപ്പബ്ലിക്കാരോട് എന്നും അകൽച്ച കാണിക്കാൻ തന്നെയാണ് ഇറാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ ഡെമോക്രാറ്റുകളായിരുന്നെങ്കിലും ഒരു ചർച്ചയ്ക്ക് സ്കോപ്പ് ഉണ്ടായിരുന്നേ എന്ന് അയത്തുള്ള അലി ഖമനി വളരെ വ്യക്തമായി തന്നെ പറയുകയാണ്. രണ്ട് പ്രധാന കാര്യങ്ങളിൽ ഇപ്പോഴും ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതായി ഉണ്ട്. എന്തുകൊണ്ട് ഇറാനെ ആക്രമിച്ചു, എന്തുകൊണ്ട് ഇറാൻ ആണവ സമ്പുഷ്ടീകരണം അത് ഒരിക്കലും അനുവദനീയമല്ല എന്ന് ഐക്യകണ്ഠേന യൂറോപ്യൻ യൂണിയനും അമേരിക്കയും തീരുമാനമെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള പോഷ്കത്തരങ്ങൾ കാണിക്കുമ്പോൾ അതിന് വളം വെച്ചു കൊടുക്കാൻ അമേരിക്ക ശ്രമിക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ഇനി അമേരിക്കയുടെ ആധിപത്യം ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ മനസ്സിലായപ്പോൾ ഇസ്രായേലിനെ വിളിച്ചൊരു മാപ്പിലൂടെയെങ്കിലും വീണ്ടും തിരിച്ചു കയറാം, അല്ലെങ്കിൽ തിരിച്ച് സൗഹൃദം പുനഃസ്ഥാപിക്കാമെന്ന് കരുതിയെങ്കിൽ അത് പാടെ തെറ്റിയിരിക്കുന്നു എന്നുള്ളത് ഡൊണാൾഡ് ട്രംപിന് കൃത്യമായി സന്ദേശമായി ഖത്തർ അറിയിച്ചിരിക്കുകയാണ്. ആയത്തുള്ള അലി ഖമനി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു, നമുക്ക് മറ്റ് രീതികളുണ്ട്. റഷ്യയും ചൈനയും അടങ്ങുന്ന മറ്റ് വൻകിട രാജ്യങ്ങൾ കൃത്യമായി ഗൾഫ് ഉച്ചകോടിയെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് കണ്ടിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾക്ക് എന്തെങ്കിലും പോറൽ സംഭവിച്ചാൽ അവർ ഇടപെടണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം ഇപ്പോൾ അവർക്ക് എടുക്കാം. കാരണം ചൈനയും റഷ്യയും ഒരേ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് സാമ്പത്തിക ഉപരോധത്തിൻ്റെ പേരിൽ അമേരിക്കയിൽ നിന്ന് നേരിടുന്നത്. ഇനി വെച്ച് താമസിപ്പിക്കാൻ കഴിയില്ല. യുദ്ധമെങ്കിൽ യുദ്ധം എന്ന രീതിയിൽ തന്നെ ഇസ്രയേലിനോട് പടവീട്ടാൻ കൃത്യമായി ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഒരുങ്ങിയിരിക്കുന്നു. അതിന് എല്ലാ പിന്തുണയുമായി തുർക്കി അടക്കമുള്ളവർ വരുമ്പോൾ ഇത് പുതിയ ഒരു സഖ്യത്തിൻ്റെ രൂപപ്പെടലായി എല്ലാ തരത്തിലും ഭാവിക്കുമ്പോൾ ഇനി കതിരിന്മേൽ വളം വെച്ചിട്ട് കാര്യമുണ്ടോ? ഇനി അമേരിക്കയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അമേരിക്കയ്ക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് വല്ല ഭീഷണിയുടെ സ്വരൂപമാണ്. അതൊന്നും റഷ്യ ഉള്ളപ്പോൾ വില പോകുന്നില്ല എന്നുള്ളതാണ് സത്യം.